സെക്കൻഡ് ഒപ്പീനിയൻ തേടാതെ തന്നെ എനിക്ക് പറയാൻ പറ്റും യാന ഇസ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. എൻ്റെ പേര് അനജിനാണ്. ഞങ്ങളുടെ ആര്യനാട് എന്ന് പറഞ്ഞ സ്ഥലത്തിനോടുള്ള ആരാണെന്ന് പറയുന്ന ഒരു നാട്ടുപ്രദേശത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ യാനയെ പറ്റി അറിഞ്ഞത് എൻ്റെ സഹോദരിക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് പോകുന്നത്. പുള്ളിക്കാരിക്ക് ഒരു 6-7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് ചികിത്സ പോയായിരുന്നു. നമ്മുടെ കോട്ടയത്തുള്ള ഒരു പ്രമുഖ ആശുപത്രിയിലും പലയിടത്തും പോയായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ആ കൊറോണ സമയം അങ്ങനെയുള്ള കുറേ പ്രതിസന്ധി വന്നതുകൊണ്ട് നമുക്ക് അവിടെ നല്ല റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ അതിനുശേഷമാണ് യാനയെ പറ്റി അറിഞ്ഞ് യാനയിലോട്ട് വന്ന് എൻ്റെ സിസ്റ്ററിന് ഒരു മോളെ കിട്ടിയത്. അത് വിവേക് സാറിൻ്റെയും ജിനു മാഡത്തിൻ്റെയൊക്കെ ഒരു കൈപ്പുണ്യം കൊണ്ടാണ് കിട്ടിയത്. അപ്പോൾ അവരുടെ അനുഭവം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൽ. എൻ്റെ വൈഫിൻ്റെത് ഒരു നോർമൽ ഒരു ക്യാരിങ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു തിരുവനന്തപുരത്തുള്ള വേറൊരു ഫേമസ് ആശുപത്രി കാണിച്ചിട്ട് യാനയുടെ കെയറിങ് അറിഞ്ഞ് എൻ്റെ സഹോദരി പറഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് മാറി ഇങ്ങോട്ടേക്ക് വന്നത്. യാനയിൽ വന്ന് അത് പറഞ്ഞ പോലെ തന്നെയാണ് പുള്ളിക്കാരി. ഡെലിവറിയൊക്കെ വളരെ നല്ല കെയറിങ് ആയിരുന്നു. ഡെലിവറി സമയത്തൊക്കെ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ നല്ല കെയറിങ് ആയിട്ടാണ് ചെയ്തത്. ഒരുപാട് അവൾക്ക് നല്ലൊരു സപ്പോർട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അനുഭവം പുള്ളിക്കാരി പറയും എന്താണെന്നുള്ളത്. എൻ്റെ പേര് ശ്രീദേവി. പറഞ്ഞതുപോലെ തന്നെ ആര്യനാട് നിന്നാണ് വരുന്നത്. ആദ്യം ഞങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്, ഈ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് പോയിരുന്നത്. അപ്പം അവിടെ നിന്നും ഇങ്ങോട്ട് വന്നപ്പോൾ ഇനി 2 ഹോസ്പിറ്റലിലെ ഇൻട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലായി. ഹോസ്പിറ്റലിന്റെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് ഭയങ്കര വൊമിറ്റിംഗ് ആയിട്ട് ഞാൻ ഇവിടെ തന്നെയുള്ളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പൊ ഞാൻ പോയി അവിടെ ഒരു ദിവസം മുഴുവൻ ഞാൻ ആ ഹോസ്പിറ്റലിനകത്ത് കിടന്നിട്ടും പുറത്ത് നിന്ന ആളെ എനിക്ക്, അതായത് എൻ്റെ ഹസ്ബൻഡ് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ഹസ്ബൻഡിനും അറിയാൻ പറ്റുന്നില്ല, പുറത്തേക്കുന്ന ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് എനിക്കും അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന്, അതായത് നമ്മൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ പുറത്ത് വരുന്നത് മുതൽ അവിടെ നിൽക്കുന്ന ഒരു ക്ലീനിങ് സ്റ്റാഫ് ഈവൻ ക്ലീനിങ് സ്റ്റാഫ് പോലും നമ്മുടെ അടുത്ത് വളരെ നല്ല ഇന്ററാക്ഷൻ ആണ്. ഒരു പ്ലസന്റ് സ്മൈലോടുകൂടിയാണ് ഞങ്ങൾ ഇവിടേക്ക് ആദ്യമായി എൻ്റർ ചെയ്യുന്നത്. എല്ലാവരും, ക്ലീനിങ് സ്റ്റാഫ് ആയിരുന്നാൽ തന്നെ ഡോക്ടേഴ്സ് ആയിരുന്നാൽ തന്നെ എല്ലാവരും വളരെ നല്ലൊരു ഇന്ററാക്ഷൻ ആണ് യാനയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി നോക്കുന്നുണ്ട്. അപ്പൊ അവളിപ്പോ UK വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാട്ടിൽ വരുന്ന സമയത്ത് ഞാൻ അവൾക്ക് സജസ്റ്റ് ചെയ്യുന്നതും യാന ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടാതെ തന്നെ എനിക്ക് പറയാൻ പറ്റും യാന ഇസ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. താങ്ക് യു.